ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം കിരൺ ബേദി ഒരു ചിത്രം പങ്കുവയ്ക്കുകയുണ്ടായി. സി ടി വിയിൽ ഒരു ചിലന്തി വല നെയ്യുന്ന ദൃശ്യങ്ങൾ. ലോകമെമ്പാടുമുള്ള വെബ്സൈറ്റുകളും നെറ്റ് എന്ന പ്രയോഗവുമൊക്കെ ഒരുപക്ഷെ ഈ ചിലന്തിയുടെ വല നോക്കിയായിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത്ര മനോഹരമായി ആ വല നെയ്തെടുക്കുമ്പോഴും വീണ്ടും വീണ്ടും പരിശ്രമിച്ച് അത് മനോഹരമാക്കുമ്പോഴും അതിന് ഒരുപക്ഷെ അറിയാമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു മനുഷ്യനോ ജീവിയോ ഒരു ഇലയോ ഒക്കെ വീണ് ഈ വെബ് മുഴുവനും തകർന്നു വീഴുമെന്ന്. കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത കണ്ടു. ലോകം മുഴുവനും അറിയപ്പെടുന്ന സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ, ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം തൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം എന്തു വാഴയ്ക്കയാണ് സ്വർഗത്തിൽ ചെയ്യുന്നത് എന്ന്. അതിന് മറ്റൊരാൾ മറുപടി കൊടുത്തിരിക്കുന്നത് പ്രശസ്തനായ സിനിമാ താരം രജനീകാന്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. മനുഷ്യനുണ്ടാക്കുന്ന ഏതൊരു യന്ത്രവും 15-20 വർഷത്തിനുള്ളിൽ തകർന്നു വീഴുമ്പോൾ എൻ്റെ ഹൃദയം, ദൈവം സൃഷ്ടിച്ച് എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന എൻ്റെ ഹൃദയം 80-ൽ കൂടുതൽ വർഷങ്ങളായിട്ടും ഇപ്പോഴും ടപ് 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 എന്ന് മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഒറിജിനലായിട്ട് ഒരു തുള്ളി രക്തം പോലും നിർമ്മിക്കാൻ കഴിയാത്ത മനുഷ്യവർഗം ഇന്നും ദൈവമില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതവൻ്റെ പൊട്ടത്തരം മാത്രമാണ് എന്ന്. ലോകം മുഴുവൻ കീഴടക്കിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതിന് എന്ത് പ്രയോജനം എന്നാണ് വചനം ചോദിക്കുന്നത്. പോസിറ്റീവ് സൈക്കോളജിയിലെ ചില കാര്യങ്ങൾ പാലിയേറ്റീവ് കെയറുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ സൈക്കോളജി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തോട് നന്ദിയും സ്നേഹവും വിശ്വാസവും വച്ചു പുലർത്തുന്ന ഒരാൾക്ക് തൻ്റെ അവസാന നാളുകൾ, മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാളുകൾ വളരെ സമാധാനപൂർവ്വം ചിലവഴിക്കാൻ കഴിയും. പക്ഷെ മറ്റു ചിലപ്പോൾ ദൈവവിശ്വാസിയാണെങ്കിലും സങ്കടങ്ങളും പരാധീനതകളും തനിക്ക് കിട്ടാതെ പോയതിൻ്റെ വിഷമങ്ങളുമൊക്കെ മനസ്സിലിങ്ങനെ പേർത്തും ഓർത്തുകൊണ്ട് ജീവിക്കുന്നവർക്ക്, ഭൂതകാലത്തിൻ്റെ സങ്കടങ്ങളിൽ അഭിരമിക്കുന്നവർക്ക് മരണത്തോട് അടുക്കുന്ന കാലഘട്ടം വല്ലാത്ത ശൂന്യതയും കോപവും അസ്വസ്ഥതയുമൊക്കെയാണ് ജനിപ്പിക്കുന്നത് എന്ന്. ഏതൊരു മനുഷ്യനും തൻ്റെ സങ്കടങ്ങളിൽ തകർന്നു പോകുന്നു എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഈശോ പോലും ഒരു നിമിഷാർത്ഥത്തിൽ വചനം പൂർത്തിയാകാൻ വേണ്ടിയാണെങ്കിൽ പോലും പറഞ്ഞു, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന്. അതേ ദൈവം തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ ദിവസങ്ങളിൽ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് കൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അവിശ്വസിച്ചു എന്നും ചോദിക്കുന്നുണ്ട്. എത്ര വളർന്നാലും ദൈവമേ ഞാൻ ഇന്നും നിൻ്റെ കയ്യിലെ കുഞ്ഞാണ് എന്ന ഗാനം പോലെ മനസ്സിൻ്റെ ഉള്ളിൽ കുഞ്ഞു നന്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് അഹങ്കാരം നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവിടെയൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ടാകും. അപ്പം കിട്ടാത്തവൻ്റെ മുൻപിലേക്ക് അപ്പമായിട്ടും ജലം കിട്ടാത്തവൻ്റെ മുൻപിലേക്ക് ജലമായും അവിടുന്ന് ചിലപ്പോൾ കടന്നു വന്നെന്നിരിക്കും. എന്നാൽ ദൈവകൃപ കൊണ്ടും തൻ്റെ തന്നെ അധ്വാനം കൊണ്ടും എല്ലാം നേടിയെടുത്ത് കഴിയുമ്പോൾ ഇനി ദൈവത്തിനൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ദൈവമില്ല എന്ന കാഴ്ചപ്പാടിലേക്ക് ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സുകളും മാറിപ്പോകാറുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഒരു വൈദികനോട് എൻ്റെ കുഞ്ഞു ദൈവാനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചു, ഓഹോ, അപ്പം നീ പറയുന്നത് ബില്ലടയ്ക്കാനും ഭക്ഷണ സാധനം വാങ്ങിത്തരാനുമാണ് ദൈവം എന്നാണോ? എന്നെ സംബന്ധിച്ച് എൻ്റെ ദൈവം വീണ്ടും മനുഷ്യനായി അവതരിച്ച് മനുഷ്യരിലൂടെ എന്നെ സഹായിച്ച്
എനിക്ക് വേണ്ടതെല്ലാം തന്ന് കൂടെ നടക്കുന്ന ഒരു കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ സുഹൃത്താണ്. ദൈവത്തെ അങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെ കാണുന്നവർക്ക് വീണ്ടും ഒരു തെളിവിൻ്റെ ആവശ്യമുണ്ടായിരിക്കുകയില്ല. ഈ ഉയർപ്പ് കാലത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെയും അഹങ്കാരത്തെയും ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. നടന്നു പോകുന്ന മനുഷ്യന് കുഴഞ്ഞു വീണും വണ്ടി തട്ടിയുമൊക്കെ ഒരു നിമിഷാർത്ഥത്തിൽ മരിച്ചു വീഴുമ്പോൾ മരണം തെറ്റിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തോട് നമ്മൾ ചോദിക്കും, ഇതെന്താ ഇത്ര വേഗം എന്ന്. അവിടുന്ന് ഒരു നിമിഷം താമസിച്ചോ ഒരു നിമിഷം നേരത്തെയോ എത്തുകയില്ല. അവൻ്റെ തീരുമാനങ്ങളെല്ലാം പക്ക ടൈമിംഗ് ആണ് എന്നുള്ളത് നമുക്ക് ചിലപ്പോഴെങ്കിലും എളിമയോടുകൂടി ഓർക്കാം. നല്ല ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.